ഫണ്ടക്കേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള വീഡിയോകളിലെല്ലാം ഞാൻ ബി ലവ് ഡാപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങളവിടെ പോയി ആ വീഡിയോ കാണണം. ഈ വീഡിയോയിൽ നമുക്ക് ബി ലവ് ഡാപ്പ് എങ്ങനെയാണ് അതിലെ ടാസ്കുകൾ നമുക്ക് കൈകാര്യം ചെയ്യുക, ആ ടാസ്കുകളിലൂടെ നമുക്ക് എങ്ങനെയൊക്കെയാണ് കോയിനുകൾ ഏൺ ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ കോയിനെ ഏൺ ചെയ്ത് ഈ ഒരു എയർ ഡ്രോപ്പ് മാക്സിമം നിങ്ങൾ ഈ എയർ ഡ്രോപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കോയിനെ നമ്മൾ മാക്സിമം കളക്ട് ചെയ്യണം. കാരണം ഇനി ഒരു 65 ദിവസവും കൂടിയേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ, അതായത് ബി ലവ് ഡാപ്പ് നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോ മണിക്കൂർ ഇല്ലെങ്കിൽ അരമണിക്കൂർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാം. ഇവിടെ വെൽക്കം ബാക്ക് എന്ന് കാണിച്ചിട്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് 10, 100, 1000, 10 ലക്ഷം, 10 ലക്ഷം, 22,61,868 കോയിൻസ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഞാൻ അതിനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താങ്ക് യു മൈ ലവ് എന്ന് ഇവിടെ ഒരു പോപ്പ് വോയിസ് നമുക്ക് കേൾക്കാൻ സാധിക്കും. നമ്മൾ കയറി വരുമ്പോൾ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി ഇപ്പം മൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ. നമുക്കിവിടെ ടാപ്പ് ചെയ്ത് വേണമെങ്കിൽ നമുക്കവിടെ കൂട്ടാം. അപ്പം മുകളിലുള്ള ആ ഒരു ബൂസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു കോയിൻ നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം, കണ്ടോ. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ 21,000 ആയിരിക്കത്തില്ല, ചിലപ്പം 1,500 2,000 ഒക്കെ കാണുള്ളൂ. അതിനെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് കൂട്ടി കൊണ്ടുവരണം. അതേപോലെ തന്നെ ഈ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ കോയിൻ വെച്ചായിരിക്കും നിങ്ങൾക്ക് അവിടെ കയറുക. ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് 14 കാണുന്നത്, കണ്ടോ, ഒരു ടാപ്പിങ്ങിന്. ഇതെങ്ങനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം? നമ്മുടെ ഇവിടുത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോയിൻ കളക്ട് ചെയ്യലല്ല, ഈ മുകളിൽ കാണുന്ന മൈനിങ് കോയിൻ കളക്ട് ചെയ്യലല്ല നമ്മുടെ ടാസ്ക്. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന പ്രോഫിറ്റ് പെർ ഹവർ, ഇതിനെ കൂട്ടിക്കൊണ്ടുവരലാണ് നമ്മുടെ ടാസ്ക്. അപ്പം ഈ കോയിൻ നമുക്ക് കൂട്ടി, ഇപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഫിഗറിൽ നിന്നും നമ്മൾ അപ്പുറത്തേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുള്ള ടാസ്കുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം. അതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെ ഒരു ടാപ്പിംഗ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബൂസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫുൾ എനർജി ഉണ്ട്, ടർബോ ഉണ്ട്, മൾട്ടി ടാബ് ഉണ്ട്, എനർജി കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം തുടങ്ങുന്ന സമയത്ത് 1500 ആയിരിക്കും നിങ്ങളുടെ എനർജി കപ്പാസിറ്റി. അത് കൂട്ടി കൊണ്ടുവരണം. ഇവിടെ താഴത്ത് കാണിച്ചിരിക്കുന്നുണ്ടോ, ഇൻവെസ്റ്റ്മെൻറ്റ് IV 13, അതായത് 13 പ്രാവശ്യം ഞാനിവിടെ എൻ്റെ എനർജി കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ടാപ്പ്, നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കോയിൻ വീതമായിരിക്കും കയറുക. പക്ഷേ ഞാനിവിടെ 14 പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഒറ്റ ടാപ്പിൽ 14 കോയിൻ വീതമായിരിക്കും കയറുക. അതിപ്പോൾ ഓട്ടോ മൈനിങ് ആണെങ്കിലും നമ്മൾ ടാപ്പ് ചെയ്ത് കിട്ടുന്ന കോയിൻ ആണെങ്കിലും 14 വെച്ചിട്ടായിരിക്കും കൗണ്ട് ഡൗൺ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ടർബോ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ്. ഇതൊക്കെ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫുൾ എനർജി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എനർജി കിട്ടും എല്ലാ ദിവസവും. ഇല്ലെങ്കിൽ നിങ്ങളത് ചെയ്ത് പോവുക. വീണ്ടും നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുക. ഈ എനർജി കപ്പാസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ എനിക്ക് 14ലേക്ക് ചെയ്യണമെങ്കിൽ 80, 10, 100, 1000, 10 ലക്ഷം, 8,19,200 കോയിൻ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, അവിടെ കൂടത്തുള്ളൂ. കണ്ടോ, അതിൻ്റെ വീണ്ടും ഇവിടെ എനർജി ലെവൽ കൂടി. അപ്പം ഇവിടുന്ന് കോയിൻ കുറയും. ടാപ്പ് ചെയ്ത് കിട്ടുന്ന ഈ മൈനിങ് കോയിൻ അവിടുന്ന് കുറയും. അങ്ങനെ മുകളിലുള്ള ഇതിനെ നമുക്ക് എനർജി ലെവൽ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇവിടെ കോയിൻ കുറയും. പക്ഷേ ഇവിടെ നമുക്ക് കയറും. ഇനി മൾട്ടി ടാപ്പ് നമുക്ക് ചെയ്യണമെങ്കിൽ മൾട്ടി ടാപ്പ് എനിക്കിവിടെ 14 അത് 15 ആക്കണമെങ്കിൽ അവിടെയും 8,19,200 കോയിൻ ഞാൻ മുടക്കിയാൽ എനിക്ക് എന്ത് ചെയ്യും, ഒരു മൾട്ടി ടാപ്പ് കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. മൾട്ടി ടാപ്പ് കണ്ടോ, 15 ഓരോ പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പം 15. ഇപ്പോൾ ഞാൻ ടാപ്പ് ചെയ്താലും ഇനി ഓട്ടോമാറ്റിക്കായിട്ട് മൈനിങ് നടന്നാൽ തന്നെയും 15 കൗണ്ട് ഡൗൺ ആയിരിക്കും ഇവിടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരലാണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ കടമ്പ. എന്നിട്ട് നമുക്ക് ഇവിടെ നല്ലൊരു കോയിൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മളിതിനെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്കും ഇവിടെ നല്ലൊരു ഫിഗർ ആയിരിക്കും. 23 ലക്ഷം ഇല്ലെങ്കിൽ 4 ലക്ഷം ഇല്ലെങ്കിൽ 5 ലക്ഷം ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. ചിലപ്പോൾ ആദ്യം ചെയ്യുന്ന ആൾക്കാർക്ക് 1 ലക്ഷം 2 ലക്ഷം 60,000 ഒക്കെ കാണുകയുള്ളൂ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോമിൻ്റെ താഴത്ത് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണുണ്ട്, രണ്ടാമത്തെ ബട്ടൺ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്നത് കോർപ്പറേറ്റീവ്, പിന്നെ എക്സ്ചേഞ്ചിങ് ഓൺ, ലവ് വാലറ്റ്, ഡെക്സ, ക്രിപ്റ്റോ ക്യാഷ്, ബി സ്റ്റോർ, അങ്ങനെ കുറേ കാറ്റഗറീസ് നമുക്കിവിടെ കാണാം. ഈ കാറ്റഗറീസിലെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം കോർപ്പറേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം ഞാൻ ഇതിനകത്ത് 6 ലെവൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം 3.7K, അതായത് 3700 കോയിൻ കൊടുത്തിട്ടാണ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 150 PPH. ആ കോയിനാണ് നമുക്കവിടെ കിട്ടുക. PPH കോയിൻ നമുക്കവിടെ കിട്ടും. 1 മണിക്കൂറിൽ നമുക്ക് അത് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ആയിട്ട് അവിടെ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോയിൻ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം, എന്നാൽ നമുക്ക് റിട്ടേൺ ഏതിലാണ് കൂടുതൽ കിട്ടുക. ആദ്യം നിങ്ങൾക്ക് ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 23 ലക്ഷം കോയിനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ 7ാമത്തെ ലെവലായിരിക്കും. ഞാൻ നേരത്തെ 6 ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ് എന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ മുകളിൽ കാണിക്കും യു സക്സസ്ഫുള്ളി ബൈ എ കാർഡ്. ഇപ്പോൾ എൻ്റെ 7ആയി കണ്ടോ. ഇത് ഞാൻ 6 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ഓണിൽ ഇപ്പം 27,600 കോയിൻ നമ്മൾ കൊടുക്കാമെങ്കിൽ ഇവിടെ നമുക്ക് 642 PPH കിട്ടത്തുള്ളൂ. അതേസമയം ഇവിടെ നമ്മൾ 74,000K കൊടുത്താൽ 2,600 PPH കിട്ടും. നമുക്ക് അത്രയും കോയിൻ കിട്ടും. നമുക്കതൊന്ന് ഇൻവെസ്റ്റ്, ഞാൻ ആൾറെഡി 7 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ 7 ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് പെർ ഹവറിൽ കോയിൻ കൂടി വരും. ഇനി അടുത്തത് ഇത് 1,10,000 ഇൻവെസ്റ്റ് ചെയ്യണം. 1,10,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2,000 അതേ കിട്ടത്തുള്ളൂ. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 5,000 സംതിങ് ചെയ്ത് കഴിഞ്ഞാൽ 422 കിട്ടും. അത് ചെയ്യാം. ഓക്കെ, അത് ചെയ്തു. അടുത്തത് ഇവിടെ 44,000 ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ട്. അവിടെ 3,200K കിട്ടും കണ്ടോ. 3,200K, ഇതാണ് 3,200. 44,100 നമ്മൾ ചെയ്യുമ്പോൾ 3,200. അത് ചെയ്തേക്കാം ഒന്നും കൂടെ. ആൾറെഡി ഞാൻ 2 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോയിൻ ബാലൻസ് കാണിക്കുന്ന അടുത്ത് നമുക്ക് കോയിൻ കുറഞ്ഞു വരും. ഇങ്ങനെ നമ്മൾ ഓരോ മണിക്കൂർ കയറി ഇങ്ങനെ ഓരോന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അടുത്തത് ലവ് വാലറ്റ് നോക്കാം. ലവ് വാലറ്റിൽ 11,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 383 കിട്ടും. അത് ആൾറെഡി ഞാൻ 7 ചെയ്തിട്ടുണ്ട്, എങ്കിലും ചെയ്തേക്കാം. പിന്നെ താഴത്തേക്ക് വന്നാൽ 82,000 ചെയ്ത് കഴിഞ്ഞാൽ 2,300 കിട്ടുള്ളൂ. അതല്ലാതെ കൂടിയതുണ്ടോ എന്ന് നോക്കാം. 37,000 ചെയ്താൽ 1,300 കിട്ടും. അത് ചെയ്യാം. അത് ചെയ്തു. 42,000K ചെയ്താൽ ഇവിടെ 800 സംതിങ്ങേ കിട്ടുകയുള്ളൂ. താഴത്തേക്ക് വന്നാൽ 18,000 ചെയ്താൽ 985. അത് ചെയ്യാം. അങ്ങനെ താഴത്തേക്ക് വന്നു. 93K 2,800 ഉള്ളൂ. താഴത്തേക്ക് വന്നാൽ ഇവിടെ 4,000 ഉണ്ട്. 256 കിട്ടുള്ളൂ. ആദ്യമൊക്കെ നിങ്ങൾ അങ്ങനെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വരിക. നിങ്ങൾക്ക് കോയിൻ കൂടുതൽ കിട്ടുമ്പോഴത്തേക്കും, ഇതൊക്കെ ഞാൻ ആൾറെഡി 3ഉം 6ഉം ഒക്കെ പ്രാവശ്യം ചെയ്തത് കൊണ്ടാണ് ഇത്ര എമൗണ്ട് കൂടി വരുന്നത്. ഇപ്പോൾ 56,000K വന്നിരിക്കുന്നത് ഞാൻ ആൾറെഡി 6 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 46,500K കാണിക്കുന്നത് ആൾറെഡി 3 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. 39K ചെയ്താൽ നമുക്ക് 2,200 കിട്ടും. അത് ചെയ്യാം. ലിക്വിഡിറ്റി പൂൾ അത് ചെയ്തു. പിന്നെ 27,600 700 അത് ചെയ്തേക്കാം. പിന്നെ അടുത്തത് 42,000Kയുടെ കുറവാണ്. ക്രിപ്റ്റോ ക്യാഷിലേക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. എല്ലാ സെക്ഷനിലും ഞാൻ ആൾറെഡി 3ഉം 4ഉം പ്രാവശ്യമൊക്കെ ചെയ്ത് 51,000Kയിൽ 4,000K ഉണ്ട് ഇവിടെ കണ്ടോ. 51,000K നമ്മൾ ഇൻവെസ്റ്റ് 4,000K നമുക്ക് കിട്ടും. അതേപോലെ തന്നെ 62,000K ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4,700K കിട്ടും. 62,000 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അടുത്തത് 55,000K, അവിടെ 1,400 ഉള്ളൂ. അതൊന്നും ചെയ്തേക്കാം. അത് ചെയ്തു 62,000K. ഇവിടെ 5,000 ഉണ്ടോ. 62,700
200K ചെയ്താൽ നമുക്ക് 5600K കിട്ടും. അത് ചെയ്തു. ഇപ്പം കോയിൻ നമ്മുടെ കുറഞ്ഞു വരുന്നു. അപ്പുറത്ത് പ്രോഫിറ്റ് പെർ ഹവർ കൂടി വരുന്നു. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് പെർ ഹവറിലെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മൈനിങ്ങിൽ അല്ലെങ്കിൽ ടാപ്പിങ്ങിലൂടെ കിട്ടുന്ന കോയിൻ, അതിനെ നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണ്. പ്രോഫിറ്റ് പെർ ഹവറിലേക്കുള്ള അവിടെ വേണം നമുക്ക് കോയിൻ്റെ ഇത് 77,000 ഇൻവെസ്റ്റ് ചെയ്താൽ 5000 സംതിങ് കിട്ടും. അതും ചെയ്തു. ഇപ്പം കോയിൻ നമ്മുടെ ഇവിടെ ബാലൻസ് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 57,000 ചെയ്താൽ 4500 കിട്ടും. അത് ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം 7,92,000 കോയിൻ എനിക്ക് ആയിട്ടുണ്ട്. അടുത്ത ബി സ്റ്റോറിലേക്ക് പോവാം. ബി സ്റ്റോറിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ 13,000K ഉണ്ട്. ചെറിയ 666 11,000K, അവിടെ 1000 ഉണ്ട്. ഓക്കെ 18,000 712 ഓക്കെ 2000 ഓക്കെ 44,000 5000. ഓക്കെ, ഇപ്പോൾ 8 ലക്ഷത്തിന് മുകളിലായി. വീണ്ടും എനിക്കൊരു 16 ലക്ഷം ഇനിയും കോയിൻ കിടപ്പുണ്ട്. അപ്പം ഇത് തന്നെ വീണ്ടും ഒന്നും കൂടെ ചെയ്യാം. 5,51,000 ഒന്നും കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആൾറെഡി 3 ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാലൻസ് കുറഞ്ഞു. കാരണം നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തല്ലോ. ബൂസ്റ്റപ്പ് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് ബാലൻസ് അവിടെ പോകും. അത് കുറച്ച് കഴിഞ്ഞ് ഇവിടെ കട്ടാവുകയുള്ളൂ. 2 ഞാൻ ബൂസ്റ്റപ്പ് ചെയ്തില്ല. ഇവിടെ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടി ബൂസ്റ്റപ്പ് ചെയ്ത സമയത്ത് എനർജി ലെവൽ ഒന്ന് കൂടിയപ്പോഴത്തേക്കും തന്നെ ഇത്ര 10, 100, 1000, 10 ലക്ഷം അവിടെ അത്രയും ലക്ഷം നമുക്ക് പോയി. അതുകൊണ്ടാണ് ആ ഒരു എമൗണ്ട് കുറച്ച് കഴിയുമ്പോഴേ അവിടെ നിന്ന് കട്ടാകുകയുള്ളൂ. അപ്പോൾ ആ ഒരു ബാലൻസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ് കാണിച്ചത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്തത് ബോണസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. ഈ ബോണസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫോളോ ബി ലവ് ഡി ആപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഇത് ട്വിറ്റർ, നിങ്ങൾക്ക് ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് ക്ലെയിം ചെയ്യാം. കണ്ടോ, ഞാൻ നേരത്തെ ചെയ്തതാണ്. ഞാൻ വീണ്ടും ക്ലെയിം ചെയ്ത സമയത്ത് എനിക്ക് ആ 50,000 അല്ല 5 ലക്ഷം കോയിൻ എനിക്ക് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്കിവിടെ വീണ്ടും അത് ഞാൻ നേരത്തെ ചെയ്തതാണ്. ആ കോയിനും എനിക്ക് എൻ്റർ ആയി. അടുത്തത് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നിട്ട് ക്ലെയിം ചെയ്യുക. ഇത് നേരത്തെ ചെയ്യുന്ന സമയത്ത് ക്ലെയിം എന്നുള്ള ബട്ടണല്ല, ഇവിടെ നേരെ നമുക്കവിടെ ചെയ്യാനുള്ള, അതായത് ലൈക്കും ഷെയറും ഫോളോയും ചെയ്യാനുള്ള ബട്ടണായിരിക്കും ഈ ക്ലെയിമിൻ്റെ മുകളിൽ വരിക. അത് നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ട്വിറ്ററിൽ പോയിട്ട് അവരുടെ ചാനൽ കാണിക്കും. അതിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഫോളോ ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയം അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷമായിരിക്കും നമുക്കിങ്ങനെ ക്ലെയിം എന്ന് പറഞ്ഞു വരിക. ഇവിടെ അപ്പോൾ അത് മൊത്തം ഞാൻ ടാസ്ക് കണ്ടോ. ഇതിൻ്റെ കാണിച്ചു തരാം. ഇതും ട്വിറ്ററിൽ അപ്പോൾ അത്രയും ഇത് കിട്ടി. കണ്ടോ, അപ്പോൾ എത്ര ലക്ഷം കോയിൻ എനിക്ക് കിട്ടി? ഇത്രയും ലക്ഷം കോയിൻ നമുക്ക് ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കിട്ടും, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കിട്ടും, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനൽ, ഇത് ടിക്ടോക്ക് നമ്മുടെ നാട്ടിലില്ല, ഇവിടെ ഉണ്ട്. പിന്നെ അടുത്തതാണ് ഡെയിലി റിവാർഡ്. താഴത്തേക്ക് വരുമ്പോൾ ഡെയിലി റിവാർഡ്. ഇത് എല്ലാ ദിവസവും നിങ്ങൾ കയറുക, ഓരോ ബോക്സ് ഓപ്പൺ ചെയ്യുക. മറക്കരുത്, ഓരോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നാളെ എനിക്ക് ഈ ഡേ 7 അത് ഓപ്പൺ ചെയ്യുമ്പോൾ 80,000K ആയിരിക്കും എനിക്ക് കിട്ടുക. ഓക്കെ, അടുത്തത് അഡീഷണൽ ടാസ്ക്കാണ്. ഇതൊക്കെ നിങ്ങൾ ഓരോന്നോരോന്ന് ചെയ്ത് പോവുക. ഇവിടെ റോൾ ഓഫ് സോഷ്യൽ മീഡിയ ഇൻ ബി ലവ് ഡി ആപ്പ് ജേണി ടു 1 മില്യൺ മെമ്പേഴ്സ്. ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കായിരിക്കും പോവുക. കണ്ടോ, ഓരോ അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു വരിക. അടുത്ത് ജോയിൻ കൊടുക്കുക. ജോയിൻ കൊടുത്ത ശേഷം അടുത്ത പിന്നെ വരുന്നത് ക്ലെയിം എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. വാട്സപ്പിൽ ഞാൻ നേരത്തെ ചെയ്തതാണ്, അതിൻ്റെ ക്ലെയിം വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി അടുത്തത് സബ്സ്ക്രൈബ് ബി ലവ് ഡി ആപ്പ് മീഡിയം. അതിലെനിക്ക് അക്കൗണ്ട് ഇല്ല. അടുത്തത് ജോയിൻ ഡി ആപ്പ്
ഡിസ്കോഡ് കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോകും. നമ്മൾ അവിടെ ജോയിൻ കൊടുത്ത ശേഷം പിന്നീട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എനിക്ക് ഈ അക്കൗണ്ടിൽ ഞാൻ ആദ്യം മുതൽ അക്കൗണ്ട് ഉണ്ടാക്കണം. അത് വേണ്ട. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അടുത്തത് 4-മത്തെയാണ് പ്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റത്തെ സ്പിൻ വീലാണ്. ഇത് എല്ലാ ഇതിലുള്ളതാണ്. സ്പിൻ വീൽ തുറക്കുന്നത് നമുക്ക് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും വീലിംഗ് കറങ്ങിയിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് അത് നമുക്ക് കിട്ടും. അടുത്തത് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ക്വിസ് പോലെ ചോദിക്കും. ബ്ലോക്ക് ചെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ടാകും. നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ് ഉത്തരമെങ്കിൽ നമുക്കവിടെ 5000 എബോ നമുക്ക് കോയിൻ റിവാർഡായിട്ട് കിട്ടും. അടുത്തത് വേർഡ് ഗസ്സിങ് ആണ്. ഇവിടെ നമ്മൾ തുറക്കുന്ന സമയത്ത് ഒരു 4 ബോക്സ് ഉണ്ടാകും. ആ ബോക്സിൽ ഏതെങ്കിലും ക്രിപ്റ്റോയുമായിട്ട് ബന്ധപ്പെട്ട വേർഡായിരിക്കും. ഇന്നത്തെ വേർഡ് സ്വാപ്പ് എന്ന് പറഞ്ഞ വേർഡായിരുന്നു. SWAP അതായിരുന്നു ഒളിഞ്ഞിരുന്നത്. അപ്പം ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട വേർഡുകൾ നമ്മൾ അടിക്കുക. അത് ശരിയാണെങ്കിൽ നമുക്ക് ആ ഒരു 5000 മുകളിലുള്ള ഓരോ വേർഡിനും നമുക്ക് റിവാർഡ് അവിടെ ജനറേറ്റ് ആവും. ഇങ്ങനെയാണ് ഈ ടാപ്പുകളാണ് ഇത്രയും ഉള്ളത്. പിന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് GOAT AI ആണ് സെലക്ട് ചെയ്യുന്നത്. ബിക്കം എ CEO അത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ GOAT AI ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൊടുത്ത് നിങ്ങൾ ടാപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്കാണ്. ഇപ്പം നമ്മുടെ പേരിൻ്റെ താഴത്ത് സ്പെൽ കാസ്റ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്കാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ആ റാങ്കിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 10 മെമ്പേഴ്സ് നമുക്ക് താഴത്തുണ്ടാവണം. അതുപോലെ തന്നെ 25 ഇൻവെസ്റ്റ് നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാണിച്ചില്ലേ. അപ്പോൾ 25 പ്രാവശ്യം നമ്മൾ പല പല കാറ്റഗറികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പം അത് മാത്രമല്ല 5 മില്യൺ കോയിൻ നമ്മൾ ആകുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു റാങ്കിലേക്ക് നമ്മൾ പോവുക. ഇപ്പം ഞാൻ ഫസ്റ്റ് റാങ്ക് അടിച്ചു. അടുത്ത ഇതാണ് ചാർമർ എന്ന് പറഞ്ഞ നെക്സ്റ്റ് റാങ്കാണ്. അടുത്ത റാങ്ക് സ്പെൽ കാസ്റ്റർ എന്ന് പറഞ്ഞ റാങ്ക്. ഇവിടെ 15 മില്യൺ കോയിൻ വരണം. 30ഓളം നമുക്ക് താഴത്ത് ഡൗൺലൈൻസ് 30 വരണം. ഇൻവെസ്റ്റ് കാർഡ് 50 ഫില്ല് ചെയ്യണം. ഇവിടെ ഇൻവെസ്റ്റ് കാർഡ് 50 ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ താഴത്തുള്ള ഡൗൺലൈൻസ് 13 പേരായി. 8.2K എനിക്ക് ഇതായിട്ടുണ്ട്. അത് 15 മില്യൺ ആകും. ഇപ്പം ഒരു 6 ദിവസം കൊണ്ടാണ് ഇത്രയും വന്നത്. ഓക്കെ, ഇനി നമുക്കൊരു 60 ദിവസം അല്ലെങ്കിൽ 65 ദിവസവും കൂടെ നമുക്കിനി നമ്മുടെ കയ്യിലുണ്ട്. മാക്സിമം നമുക്ക് ഒന്ന് ആഞ്ഞ് പിടിച്ചാൽ ഇതിൽ ജോയിൻ ചെയ്യുന്ന ഏവർക്കും ഏറ്റവും കുറഞ്ഞൊരു 10-15 രൂപ മുതൽ മുകളിലേക്ക് കിട്ടും. വെറുതെ ഇരുന്നാൽ പോലും, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെറുതെ ഇരുന്നാൽ പോലും ആൾക്കാർക്ക് കിട്ടും. എയർ ഡ്രോപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് നമ്മൾ ടാപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് വെക്കാമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻകം നമുക്ക് ഇതിനകത്ത് നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല നല്ല എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടും എന്ന് അവരവരുടെ വെബ്സൈറ്റിൽ തന്നെ. ഇപ്പം ബൈനാൻസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൂബോയി, കോയിൻ ബേസ്, അങ്ങനെ പല പ്രമുഖ എക്സ്ചേഞ്ചുകളിൽ അവരുടെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അടുത്തൊരു റാങ്ക് എന്ന് പറഞ്ഞാൽ റോമിയോ ആണ്. ഇവിടെയും ഞാൻ ഇൻവെസ്റ്റ് കാർഡ് ഫുള്ളാക്കിയിട്ടുണ്ട്. കണ്ടോ ടാർജറ്റ്? ഇതാണ് 3 ടാർജറ്റുകൾ. അതിൽ ഇൻവെസ്റ്റ് കാർഡിൻ്റെ എൻ്റെ പൂർണ്ണമായിട്ടുണ്ട്. അടുത്തത് ലവ് ഗുരു. ഇവിടെ 101 കാർഡ്. അപ്പോൾ ഞാൻ ഇപ്പം മൊത്തം ഇൻവെസ്റ്റ് കാർഡ് എടുത്തിരിക്കുന്നത് 101 ഇൻവെസ്റ്റ് കാർഡ് എടുത്തത് കൊണ്ടാണ് എനിക്കിപ്പം 8 ലക്ഷത്തിന് മുകളിൽ എനിക്ക് പെർ അവർ ഉള്ള ആ ഒരു കോയിൻ കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ലാസ്റ്റാണ് സതോഷി ലവ് എമോട്ടോ എന്ന് പറഞ്ഞ റാങ്ക്. നമുക്ക് റാങ്കിന് വേണ്ടി ശ്രമിക്കേണ്ട. ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിങ്ങോ ഒന്നുമല്ല. ഒരു ഫ്രീ ആയി കിട്ടുന്ന ഒരു എയർ ഡ്രോപ്പാണ്. പിന്നെ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ക്രിപ്റ്റോ കറൻസികൾക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് 100 കോടി കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രൊജക്റ്റ് 100 കോടി കോയിൻ ഇവർ എയർ ഡ്രോപ്പായിട്ട് കൊടുക്കുക. അത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലൂടെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ടാസ്ക് ഒക്കെ ചെയ്യിപ്പിച്ച് അവരുടെ കമ്മ്യൂണിറ്റി ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ പ്രൊമോഷൻ അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ
നമുക്ക് ഈ കിട്ടുന്ന കോയിനെ, നമുക്ക് ടാപ്പ് ചെയ്ത് കിട്ടുന്ന കോയിനെ നമ്മൾ പ്രോഫിറ്റ് പെർ ഹവറിലേക്ക് മാറ്റണം. അത് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പോകണം. ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പോയി നമുക്ക് ഇഷ്ടമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഓരോ ഇതുണ്ട്. ഗോട്ടായി ഉണ്ട്, ഫുൾ ഓൺ ഉണ്ട്, ജോക്കേഴ്സ് ഉണ്ട്, ടൈംസ് ടു ട്രാവൽ ഉണ്ട്, വിർച്വൽ മീറ്റ് ഉണ്ട്. ഇതിലെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിലെല്ലാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് 101 പ്രാവശ്യം ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ മണിക്കൂർ ഇടവിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ബാലൻസ് കൂടിക്കൊണ്ടിരിക്കും. അത് കൂടാനുള്ള കാരണം നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. എങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ്. ഇപ്പം ഇവിടെ എനിക്ക് മൾട്ടി ടാപ്പ് 15 കണ്ടോ. ഇനി എനിക്ക് ഒന്നും കൂടെ കൂട്ടണമെങ്കിൽ 16,38,400 കോയിൻ കൊടുക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ കൂടും. അപ്പം നമുക്കൊരു 40 ലക്ഷം 50 ലക്ഷമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് 16 വെച്ചിട്ടായിരിക്കും പിന്നെ കൗണ്ട് ഡൗൺ തുടങ്ങുന്നത്. ഇവിടെ എനിക്ക് കണ്ടോ 15 വെച്ചിട്ടാണ് കൗണ്ട് ഡൗൺ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കിങ്ങനെ കൗണ്ട് ചെയ്ത് വേണേൽ കൂട്ടാൻ. വെറുതെ ഇരിക്കുന്ന സമയത്ത് എനർജി ലെവൽ താന്നു വരും. നമ്മളിവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അത് 0 ആകുന്നവരെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് 0 ആയിക്കഴിഞ്ഞാൽ വീണ്ടും എനർജി ലെവൽ 22,500 വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഓട്ടോ മൈനിങ് നടന്നുകൊണ്ടിരിക്കും. കണ്ടോ, മുകളിലുള്ള എനർജി ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടോ, ഇപ്പം 15 വെച്ച് കുറയുന്നതുകൊണ്ടാണ് അത്രയും സ്പീഡിൽ കുറഞ്ഞ് വരുന്നത്. അപ്പം വെറുതെ ഇരിക്കുന്ന ടൈമുകളിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയും ടാപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ മുകളിലുള്ള കോയിൻ്റെ കളക്ഷൻ കൂട്ടി കൊണ്ടുവരാം. അങ്ങനെ കൂട്ടി കൊണ്ടുവരികയും ചെയ്യാം. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.